നമസ്കാരം. നമ്മൾ റിലേഷൻഷിപ്പിലെ 35 വർഷം, 25 വർഷം, 45 വർഷം, 50 വർഷം എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ, വിവാഹവാർഷികം ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മൾ ചിന്തിക്കില്ലേ, ഇവരെന്ത് നല്ല സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ. പലപ്പോഴും ശരിയായിരിക്കാം. അതാണ് അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അതിനകത്ത് ഇൻപെർഫെക്റ്റിനെ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും ഇല്ലേ. എല്ലാ ജീവിതത്തിലും ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും. സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ 45 വർഷം 35 വർഷം അങ്ങനെയൊക്കെ അങ്ങ് നീണ്ടുപോകുന്നത് ഇല്ലേ. പെർഫെക്റ്റ് ആയിട്ടുള്ള കുടുംബജീവിതത്തിലെ വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകണം ഇല്ലേ. എന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ. തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യൻ ഈ ലോകത്തില്ല. ഭാര്യയ്ക്കാണേലും തെറ്റുകളുണ്ടാകാം, ഭർത്താവിനാണേലും തെറ്റുകളുണ്ടാകാം. എല്ലാം പെർഫെക്റ്റായിട്ട് ആരെയും ഭൂമിയിലേക്ക് നൂലെ കെട്ടി ഇറക്കിയിട്ടൊന്നുമില്ല അല്ലേ. ഒത്തിരി കുറവുകളോടുകൂടി അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ കുടുംബജീവിതം സന്തോഷമാവുന്നത്. പല ഭർത്താക്കന്മാർക്കും ഭാര്യമാരിൽ നിനക്കൊരു വിവരവും ഇല്ല, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഒരു മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ആ പെർഫെക്റ്റ് ഇല്ലായകയാണ് ആ ഭാര്യയെ ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാക്കുന്നത് ഇല്ലേ. ചില ഭാര്യമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവിനൊരു കഴിവുമില്ല, എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അയാൾ കുടുംബം നോക്കില്ല എന്നിങ്ങനെ ഇല്ലേ. ഈ ഞാനും ഇടയ്ക്കൊക്കെ പറയാറുണ്ടായിരുന്നു, ഒരു കാര്യവും ചെയ്യില്ല, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആ കഴിവില്ലായ്കയാണ് നമ്മുടെ ജീവിതത്തിന് സന്തോഷത്തിന് കാരണം ഇല്ലേ. ആ എന്നാ പറയണേ, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം നമ്മളെ അംഗീകരിക്കണമെന്നൊന്നും ഇല്ല അല്ലേ. എന്തെങ്കിലും കുറവുകൾ അവിടെ മാച്ച് ചെയ്യണുണ്ടായിരിക്കും. ഒരു കെമിസ്ട്രി ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ. എല്ലാ കുടുംബജീവിതത്തിലും ഉണ്ട്. അതായത് നമ്മളുടെ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ഭർത്താവിൻ്റെ എന്തെങ്കിലും കുറവുകളുമായിട്ട് യോജിക്കുമ്പോഴാണ് നമ്മൾ ഒന്നിച്ചു പോകാൻ തീരുമാനിക്കണേ. അതിനെ അങ്ങ് അംഗീകരിക്കാൻ നമ്മളങ്ങ് റെഡിയാകും ഇല്ലേ. ചിലപ്പോൾ ധാരാളിയായ ഭർത്താവിന് ഭയങ്കരമായിട്ട് പിശുക്കിയായിട്ടുള്ള ഒരു ഭാര്യയായിരിക്കാം. അവിടെയാണ് അവരുടെ കെമിസ്ട്രി ശരിയാവുന്നത് ഇല്ലേ. അതേപോലെ പിശുക്കനായ ഭർത്താവിന് ധാരാളിയായ ഭാര്യയായിരിക്കും കിട്ടുന്നത്. അത് സ്വഭാവത്തിലാണെങ്കിലും ശാന്തയായിട്ടുള്ള നല്ല എപ്പോഴും അധികം സംസാരിക്കില്ലാത്ത പതുങ്ങി സംസാരിക്കുന്ന ഭാര്യയ്ക്ക് ചിലപ്പോൾ ഒച്ചയെടുത്ത് ബഹളം ഉണ്ടാക്കി ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഭർത്താവിനെ ആയിരിക്കും കിട്ടുക ഇല്ലേ. ഇങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ടുണ്ട്. അത് ദൈവം അറിഞ്ഞു കൂട്ടി യോജിപ്പിച്ച പോലെ ഇരിക്കും ചില ബന്ധങ്ങൾ. അപ്പം ആ പെർഫെക്ഷൻ തന്നെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അവരിലെ കുറവുകളോടുകൂടി നമ്മൾ അംഗീകരിക്കുക. പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും കുടുംബജീവിതത്തിലുണ്ടാകും. അതിനെ അതാത് രൂപത്തിൽ തന്നെ അംഗീകരിക്കുക. പലപ്പോഴും വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് കുറച്ചൊക്കെ വെക്കാൻ ശ്രമിച്ചാൽ കുടുംബജീവിതം മുന്നോട്ട് പോകും. ഒരു കുറവുമില്ലാണ്ട് അങ്ങനെ 25 വർഷവും 30 വർഷവും 50 വർഷമൊക്കെ അങ്ങ് പോയിക്കോളും ഇല്ലേ. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ അതങ്ങോട്ട് എന്നെന്ന് പറഞ്ഞേ അതിനെ നമ്മൾ അങ്ങ് അംഗീകരിക്കുക. അതേ മാത്രമേ ഉള്ളൂ. ഒത്തിരി ഭയങ്കരമായി നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദേഹോപദ്രവം ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ വേറെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുള്ളൂ. അല്ലാത്തത് നാക്കുകൊണ്ട് പറയുന്ന പ്രശ്നങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക സാമ്പത്തികമായിട്ട് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ നമുക്കും ചെയ്യാം. കാരണം നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മക്കൾ, ഇവരെ ഓർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം ഇല്ലേ. അതാണ് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ താക്കോല് ഇല്ലേ. അല്ലാണ്ട് വേറെ കുടുംബജീവിതത്തിന് വിജയത്തിൻ്റെ താക്കോലുകളൊന്നുമില്ല. പണ്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ 40 വർഷവും 50 വർഷവും ഒക്കെ ഇപ്പോഴുള്ളവരാണെങ്കിലും ജീവിക്കുന്നത്? ഒത്തിരി വിട്ടുവീഴ്ചകൾ അവർ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. കാരണം പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കും. എന്തിനു വേണ്ടി? മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി ഇല്ലേ. അല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മൾ പല കാര്യങ്ങളും എല്ലാ കാര്യത്തിലും പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുന്ന ആ തോണി എങ്ങനെയായിരിക്കും? ഒരാൾ തന്നെ തുഴയുന്ന തോണിയായിരിക്കും ഇല്ലേ. 2 പേരും കൂടെ തുഴഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ തോണി കരയ്ക്കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇല്ലേ. അതുപോലെയാണ് വട്ടം കറങ്ങാണ്ടിരിക്കാൻ നമ്മൾ നമ്മുടെ മക്കളെയും കയറ്റി വെച്ച് നമ്മൾ 2 പേരും കൂടെ മുന്നോട്ട് ഒന്നിച്ച് തുഴയുക. അതാ വേണ്ടത്. ഒത്തിരി കുഴപ്പങ്ങൾ ജീവിതത്തിലുണ്ടെന്നേ, ഒത്തിരി പരാജയങ്ങൾ മിക്കവരുടെയും ജീവിതത്തിൽ സംഭവിക്കും. കാരണം നമ്മൾ അറിഞ്ഞായിരിക്കില്ല പല പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അല്ലേ. അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരാം. പക്ഷേ പലതും നമുക്ക് തരണം ചെയ്യാൻ നമുക്കൊരു ദൈവ ശക്തി തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഏത് പ്രതിസന്ധിയാണേലും അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നറിയുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നാണ് പറയുന്നത്. കാരണം ചില കുട്ടികൾ ഓട്ടിസം ബാധിച്ചും ഒക്കെ മക്കളുണ്ടാകുന്ന അവരെ നോക്കാൻ ആ മാതാപിതാക്കൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് വരുന്നതെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും വിഷമങ്ങളും വരുന്നത് നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. നമ്മളത് ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്.
ഉദാഹരണമായിട്ട് ഞാൻ എന്നെ തന്നെ പറയാം. നമുക്ക് ഒത്തിരി പ്രതിസന്ധികൾ വന്നപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് തുഴഞ്ഞ് ഒരു കരയെത്തിയവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കെല്ലാവർക്കും സാധിക്കും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ആലോചിച്ച് വേണം, അല്ലാണ്ട് ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിടത്തും എത്തില്ല. കുറ്റപ്പെടുത്തൽ മാത്രം തളർത്തിക്കളയാനേ അത് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ജീവിച്ച് കാണിക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് തുഴയണം, ഇല്ലേ? അല്ലാണ്ട് പരസ്പരം പക പോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിടത്തും എത്തില്ല. നമ്മുടെ മക്കളും ഒരിടത്തും എത്തില്ല. അപ്പം നമുക്ക് മുന്നോട്ട് പോവുക. അപ്പം ഈ എന്തെന്നാ പറയുക, ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളും വഴക്കുകളും എല്ലാം അപ്പം തന്നെ തീർത്ത്, ആ പ്രശ്നം ഒരു രാത്രി കഴിയുന്നതിന് മുമ്പ് തന്നെ സോൾവ് ചെയ്ത് പറഞ്ഞു തീർത്ത് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ഒരു പ്രതിസന്ധി പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി വരിക. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും. അവിടെ പോകുന്ന വഴിക്കൊക്കെ സംസാരിച്ച് തീർക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് ഒന്നും മനസ്സിൽ വെച്ചോണ്ട് അതിന് വൈരാഗ്യമായിട്ട് എടുത്തു വെക്കാണ്ടിരിക്കുക. വൈരാഗ്യങ്ങൾ അതിനൊരു പരിഹാരമല്ലാന്നേ, അത് കൂടി വരികയേ ഉള്ളൂ. അപ്പോൾ എന്ത് കാര്യത്തിനും ഒരു പരിഹാരം നമ്മുടെ കയ്യിലുണ്ടെന്നേ, അതിനുള്ള സൊല്യൂഷനുണ്ട്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ ദീർഘസുമംഗലികളായിട്ട് അല്ലെങ്കിൽ ദീർഘനാൾ ജീവിക്കുന്ന ഭർത്താക്കന്മാർ നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷനിലുള്ളവരെയൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ. അവരുടെ ഇടയിലും വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ പൂർവികന്മാർ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരെ അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ വഴക്കുണ്ടാക്കണല്ലോ, ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ, അച്ഛനും അമ്മയൊക്കെ തമ്മിൽ. അപ്പം അവരുടെ ഇടയിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്താണ് ഒരു ചെറിയ പ്രശ്നം പോലും വലുതായി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം വിവാഹമോചനത്തിലേക്ക് വരുന്ന അധികം കേസുകളും എന്നാന്ന് വെച്ചാൽ ഒട്ടും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ല ആരും. ഒറ്റ മക്കളും നിസാര പ്രശ്നങ്ങൾക്ക് പോലും വേർപിരിയാം എന്നുള്ളൊരു ബന്ധത്തിലേക്കാണ് വരുന്നത്. എന്നാൽ ആ പ്രശ്നങ്ങൾ അതൊന്നും എന്നെ പോലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുകയില്ല. കുഞ്ഞു പ്രശ്നങ്ങളുടെ പേരിൽ എന്തോരം വിവാഹമോചനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നറിയാമോ? അപ്പം അങ്ങനെയുള്ള കുഞ്ഞു പ്രശ്നങ്ങളെയൊക്കെ ചുമ്മാ നിസ്സാരവൽക്കരിച്ച് കളയുക. അതിനൊന്നും ഒരു വലിയ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും എല്ലാം തികഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ, അങ്ങനെ എല്ലാം തികഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളും കൂടെ ഉണ്ടായിരിക്കും. ഒരു മനസ്സമാധാനക്കേട് എല്ലാ കുടുംബത്തിലും ഉണ്ടെന്നേ. എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മാനസികമായിട്ടോ, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ തന്നെ അവർ വാസ്തുവിൻ്റെ പേരിലെങ്കിലും പ്രശ്നം എടുത്തിടും. വാസ്തുദോഷമുണ്ട് എൻ്റെ വീടിന് എന്നിങ്ങനെ. അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് അങ്ങനെ ടെൻഷനായി ഇങ്ങനെ ടെൻഷനായി എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിച്ച് നോക്കി, ഒരു കാര്യമില്ലാത്ത, അല്ലെങ്കിൽ ചുമ്മാ കിടക്കണ എവിടെയാണ് ശനി കയറിയതാ, 7.5 ശനിയാ, കണ്ടകശനിയാ, അങ്ങനെയുള്ള ഹിന്ദുക്കളാണെങ്കിൽ അങ്ങനെയുള്ള കുറേ ശനീനെയും കയറി പിടിച്ചുകൊണ്ട് രാഹുവാണ് എനിക്കിപ്പം, അതുകൊണ്ട് ഇത്ര അലച്ചില് ബുദ്ധിമുട്ട് ഈ പ്രശ്നങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വിചാരിക്കണം, ഒരു രാഹുവും ശനിയും ഒന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവാധീനം ഉണ്ടായിരിക്കണം, ദൈവത്തെ പ്രാർത്ഥിക്കണം, അത് വേറെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ഈ ദൈവങ്ങളെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും. എപ്പോഴും വിഷമത്തിലിരിക്കാതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഈ കൊച്ചു ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ ആസ്വദിച്ച് നോക്കിക്കേ. കൊച്ചു യാത്രകൾ നടത്തുക. ഒത്തിരി ദൂരമൊന്നും പോകണ്ടെന്നേ, നമ്മുടെ ചുറ്റുവട്ടത്തൊന്ന് കറങ്ങി. ഇപ്പോൾ ആണെങ്കിൽ ടൗണിലോട്ട് ഇറങ്ങിക്കേ. നക്ഷത്രങ്ങൾ കൊണ്ടും ഈ ഉണ്ണീശക്കൂട് കൊണ്ടും ടൗൺ മുഴുവൻ അലങ്കരിച്ചേക്കുക, ഇല്ലേ? ബൾബുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയുണ്ടാകും. ഈ കാലാവസ്ഥയാണെങ്കിലും നല്ല അടിപൊളി കാലാവസ്ഥ. അതൊക്കെ കണ്ടൊന്ന് നടന്നിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ മനസ്സ് ശാന്തമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാം തികഞ്ഞവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. എല്ലാം ഉണ്ടായിട്ടും സമാധാനത്തോടെ ജീവിക്കുന്നവരുമില്ല എന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടിയ ഈ കൊച്ചു ജീവിതം നമ്മൾ ആസ്വദിക്കുക, സന്തോഷിക്കുക, സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.